ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഇരിക്കുന്ന ഓരോരുത്തരും വിശുദ്ധരാകേണ്ടത്. നമ്മുടെ വിളി വിശുദ്ധരാകാനുള്ള വിളിയല്ലേ, വിശുദ്ധരായി തീരാനുള്ള, സ്വർഗത്തിന്റെ മക്കളാകാൻ വേണ്ടിയാണ് ഒരുങ്ങുന്ന, സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി വിശുദ്ധരായിട്ട് എല്ലാം അല്ലെ നന്നായിട്ട് ഒരുങ്ങി നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലേണ്ടവരാണ്. അനേക വിശുദ്ധരെ പോലെ ഒരുങ്ങി ചെല്ലേണ്ടവരാണ്. അല്ലാതെ വിവാഹ വസ്ത്രം കളഞ്ഞിട്ട് എന്നാൽ കേറ്റില്ല. വിവാഹ വസ്ത്രം എന്താണ്? വിശുദ്ധിയാണ്. ആത്മാവിന്റെ വസ്ത്രമാണ് വിശുദ്ധി. വിശുദ്ധിയുടെ ആ വസ്ത്രം കളയാതെ റോമാലേഖനം 1-ാം അധ്യായത്തിൽ 5:6 അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജാതികളുടെയിൽ ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അതിൽ ഉൾപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരും. ദൈവത്തിന്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കുക. നമ്മുടെ ദൈവവിളി വിശുദ്ധരാകാനുള്ള വിളിയാണ്. വിശുദ്ധർക്ക് ഭൂമി വലിയ വില കാണില്ല, പക്ഷെ മരിച്ചു കഴിയുമ്പം അവർക്കേ ഉള്ളൂ വില. ഹല്ലേലൂയ. വിശുദ്ധർക്ക് ഈ ലോകത്ത് വലിയ വിലയൊന്നും കാണില്ല, പക്ഷേ മരിച്ചു കഴിയുമ്പോൾ അവർക്കേ ഉള്ളൂ വില. മരിച്ചു കഴിഞ്ഞപ്പോൾ അൽഫോൻസാമയ്ക്ക് ഭയങ്കര വില, സ്ഥാപനപിതാവിന് ഭയങ്കര വില. മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വിലയുണ്ട്. സ്വർഗത്തിലാണ് അവർക്ക് വില, ഈ ഭൂമിയിൽ അവർക്ക് വില കുറവായിരിക്കും. അതാണ് ഗലാത്യ 1:10 പറയും, ഞാനിപ്പോൾ ആരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നത്, മനുഷ്യന്റെ പ്രീതിയോ ദൈവത്തിന്റെ പ്രീതിയോ? ഇപ്പോൾ ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ കർത്താവിന്റെ ദൈവത്തിന്റെ ദാസനാകില്ല.